ഹായ്. അപ്പോൾ ഇന്ന് ഷാഹിനാസ് റിയൽ ലൈഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഞാനിവിടെ വന്നതിന് ശേഷം ഈ വീട് വെച്ചതിന് ശേഷം ഞാൻ തന്നെ വെച്ച കുറച്ച് ഫ്രൂട്ട്സ് ചെടികളെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. ഞാൻ തന്നെയാണ് വെച്ചത്. അപ്പോൾ ആ ഫ്രൂട്ട്സ് ചെടികളെ ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. എൻ്റെ വീട്ടിലുള്ള പഴവൃക്ഷം എന്ന് പറയുന്നത് ഈ കാണുന്ന സപ്പോട്ടയാണ് കേട്ടോ. നിറയെ പിടിക്കും. പക്ഷേ ഇപ്പോഴും കായ ഇതൊരു 4 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ താമസമായതിന് ശേഷം വെച്ച് പിടിപ്പിച്ചതാണ്. ഞാൻ താമസമായിട്ട് 4 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് 4 വർഷമായ ഫ്രൂട്ട്സാണ്. ഇതാണ് സപ്പോട്ട. ഇത് തൃശ്ശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ നിന്ന് ഞാൻ അവിടെ ജോലിയായിരുന്നപ്പോൾ വാങ്ങിച്ചതാണ്. തൃശ്ശൂർ ജോലിയായിരുന്നപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് നിറയെ പിടിക്കും. ഈ പറയും പോലെ അതായത് ഇത്രയും സ്ഥലമാണ് കണ്ടോ, ഇത്രയും സ്ഥലമാണ് വീടിൻ്റെ ബാക്കിൽ എനിക്കുള്ളത്. ആ സ്ഥലത്തിൻ്റെ സൈഡിലാണ് ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ, ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ ഇങ്ങനെ, ചെടികൾ കൂടാതെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കും. അപ്പം ഞാൻ ആദ്യമായിട്ട് 7 ഫ്രൂട്ട്സ് ഇനങ്ങളാണ് വാങ്ങിയത്. അപ്പോൾ 7 ഫ്രൂട്ട്സ് ഇനങ്ങളാണ് ഞാൻ ആദ്യമായി സ്വന്തമാക്കി വളർത്താനായിട്ട് എടുത്തത്. അതിലൊരെണ്ണമാണ് ഈ സപ്പോട്ട. പക്ഷെ നിറയെ പിടിക്കുന്നുണ്ട്, കാണാമോ? റോഡിലായിട്ടാണ് ഇത് കൂടുതൽ പിടിച്ച് കിടക്കുന്നത്. പക്ഷെ ഒരെണ്ണം ഇപ്പം ഈ അടുത്തായിട്ട് എനിക്ക് കിട്ടുന്നില്ല. എല്ലാം കിളികൾ കൊത്തി തിന്നിട്ട് പോവുകയാണ്. പിന്നെ കുറച്ചൊക്കെ കിളികൾ തിന്നട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ കിളികൾ തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല, അവർ കൊണ്ടുപോകും. വിചാരിച്ചപ്പോൾ ഒരെണ്ണം പോലും കിട്ടുന്നില്ല, കിട്ടാത്ത അവസ്ഥയാണ്. മുഴുവനും കൂട്ടത്തോടെ വന്ന് കൊണ്ടുപോവുകയാണ്. പിന്നെ വർഷത്തിൽ 1-2 പ്രാവശ്യം കുരങ്ങന്മാരിറങ്ങും. കുരങ്ങന്മാർ ഇറങ്ങിയാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവച്ച എൻ്റെ ഫ്രൂട്ട്സ് മരം സപ്പോട്ട. 4 വയസ്സുള്ള കുഞ്ഞാണ്. ഇനി ആദ്യം ചെറി, ഇതിൽ നിറയെ പിടിക്കും. പക്ഷേ ഇതൊരു റോഡാണ്, റോഡ് വശമാണ്, വീടിൻ്റെ താഴെ നിന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഈ റോഡ് വന്നത് എനിക്ക് നന്നായി, കാരണം അകത്ത് സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് ചാഞ്ഞ് നിൽക്കുന്നത് റോഡിലേക്ക് വരും. നല്ല ഹൈറ്റുള്ള മതിലാണ്. അപ്പം മറ്റുള്ളവർക്ക് ദോഷമൊന്നും ഇല്ലാതെയാണ് ഇതിവിടെ നിൽക്കുന്നത്. ഇതിൽ നിറയെ കാ പിടിക്കും. ഇപ്പം കഴിഞ്ഞത് ഇടയ്ക്ക് 1-2 നിൽക്കുന്നുണ്ട്, പിന്നെ പൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ കോതി ഒതുക്കി ഇങ്ങനെ വിട്ടു കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, അകത്താണ് ആ മരം നിൽക്കുന്നത്. അകത്ത് നിൽക്കുന്ന വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്നാണ്. പുറത്തെ കാഴ്ചയാണ് നേരത്തെ കണ്ടത്. അതിങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോ, നിറച്ച് പിടിച്ചിരുന്നു, ഇപ്പം പൊഴിഞ്ഞു പോയി. ഇതേണ്ടോ എൻ്റെ കായ. നല്ല വേനൽക്കാലത്ത് പിടിക്കുമ്പോൾ ഇതിന് നല്ല ഒരു മധുരമുണ്ട്. അപ്പോൾ തിന്നാൻ ഇഷ്ടമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അച്ചാറൊക്കെ ഇടാം. ഇതും ഞാൻ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്, വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന് പറയുന്നത്. പിന്നെ ആപ്പിൾ ചെറി എന്നൊക്കെ പറയാറുണ്ട്. ഇടയ്ക്കൊക്കെ പഴുത്തത് നിൽക്കുന്നു, പച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് അടുത്ത. ഇതിൻ്റെ പൂവാണ് ആ നിൽക്കുന്നത്. പൂവുണ്ടോ? അപ്പോൾ ഇതാണ് റോഡിലേക്ക് ഇങ്ങനെ ചായഞ്ഞ് കിടക്കുവാണ്. അടുത്തത് അതിൻ്റെ അടുത്തായിട്ട് സ്വർണ്ണവർണ്ണത്തിലുള്ള ഇലകളുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് മിൽക്ക് ഫ്രൂട്ടാണ്. നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ്. മിൽക്കിൻ്റെയും പിന്നെ എന്താ പറയുക, കരിക്കിൻ്റെയും മാതിരിയൊക്കെ
ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ്, മിൽക്ക് ഫ്രൂട്ടാണ്, നല്ല ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഇല കണ്ടോ, അടിവശം നല്ല ചെമ്പിൻ്റെ കളറ്, സ്വർണ്ണ കളറും, നല്ല രസമായി ചെടി. ഇനി ഫ്രൂട്ട് തന്നില്ലെങ്കിൽ പോലും ഇത് പുറം വശം പച്ച. ഇപ്പോൾ ഫ്രൂട്ട് തന്നില്ലെങ്കിൽ പോലും ഈ ഫ്രൂട്ടും ഈ മരം, ഈ പ്ലാന്റ് കാണാൻ ഭയങ്കര രസമാണ്. ഇതിൽ നിന്നുള്ള വ്യൂ ആണ്, കണ്ടോ, അതാണ് നിൽക്കുന്നത്. ആ പ്ലാന്റാണ്, ഇത്രയും വലുതായിട്ടുണ്ട്. 2.5-3 വർഷം അതിനകത്തേ ആയിട്ടുള്ളൂ. അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഓൺലൈൻ വഴി ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. ഇപ്പം ഈ വർഷം എന്തായാലും നവംബറിലാണ് ഇത് പൂവിടാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് പൂവിടാൻ 3 വർഷത്തിനകം കായ്ക്കുമെന്നാണ് പറഞ്ഞ് പൂവിടാനുള്ള ടൈമായി. അപ്പോൾ ഇതാണ് ആ ചെടി, നല്ല രസമാണ് കാണാൻ. റോഡിൽ നിന്നുള്ള കാഴ്ചയാണ്, കണ്ടോ. പിന്നെ അടുത്തതാ, ഇതൊരു മാവാണ്. ഇതും റോഡിൽ നിന്നുള്ള കാഴ്ചയാണ്. മല്ലിക എന്നാണ് ഇതിൻ്റെ പേര്. ഇതും ഞാൻ മണ്ണത്തിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ ഇതിൽ പൂവിട്ട് 4 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 5 വർഷമെന്ന് പറയാം, കാരണം ഒരു 6-7 മാസം പ്രായമുള്ളൊരു തൈയാണ് ഞാൻ മേടിച്ചത്. പൂവിടുന്നുണ്ട്, പക്ഷേ ആദ്യത്തെ പൂവിട്ടപ്പോഴത്തേക്കും 2-3 മാങ്ങ പിടിച്ചു. പക്ഷേ എല്ലാവരും പറയുന്നത് അധികം മാങ്ങ പിടിക്കത്തില്ല എന്നാണ് പറയുന്നത്. എന്നാലും 2-3 മാങ്ങ പിടിച്ചു. പക്ഷെ ഭയങ്കര വലിപ്പമായിരുന്നു. അത് പാകമാകുമ്പോൾ തന്നെ പൊട്ടി പൊളർന്ന് ചീത്തയായിപ്പോയി. ഇനിയിപ്പോൾ പ്രതീക്ഷയുണ്ട്. അപ്പം ഇതാണ് ഇതാണ് ആ മാവ്, കണ്ടോ, മല്ലിക. 6-7 വർഷം കഴിയുമെന്നാണ് പലരുടെ അനുഭവത്തിൽ നിന്നും പറഞ്ഞിട്ടുള്ള ഈ മാവ് പിടിക്കാൻ. പിന്നെ നമ്മൾ അടുത്ത് കാണുന്നത്, അപ്പം ഈ ഒരു വരിയിൽ തന്നെ ഒരു 4 ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. ദേ അബിയു. ഒരു 2.5-3 വർഷമായി ഇത് വാങ്ങിയിട്ട് എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-ാം വർഷം തന്നെ നിറച്ച് പൂവിട്ടു. എപ്പോഴും പൂവുണ്ടാവും, കണ്ടോ. അത് പക്ഷേ അങ്ങ് പൊഴിഞ്ഞു പോവും. പക്ഷേ ഇത്തവണ പൂ പിടിച്ചതിൽ ഒരു കായ ഇങ്ങനെ പിടിച്ച് വന്നു. ഒരു നെല്ലിക്ക വലിപ്പത്തിലായപ്പോഴത്തേക്കും അത് കറുത്തുണങ്ങി വീണു. അപ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട്, ആണെന്നുമല്ല, കായ പിടിക്കും. അപ്പോൾ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. ഇപ്പോഴും പൂവിട്ടിട്ടുണ്ട്, കണ്ടോ. നിറച്ച് പൂട്ടായിരുന്നു, അത് കൊഴിഞ്ഞു പോയിട്ട് വീണ്ടും പൂവിട്ടിരിക്കുവാണ്, കണ്ടോ. കാണുന്നുണ്ട്, പൂവിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് അടുത്തൊരു ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സ്ട്രോബെറി പേരയുണ്ട്. പക്ഷെ നമ്മുടെ ക്ലൈമറ്റിന് പിടിക്കില്ല എന്ന് പറയുന്നു. എങ്കിലും ഞാൻ വെട്ടാതെ നിർത്തിയിരിക്കുവാണ് സ്ട്രോബെറി പേര. ഇതും ഒരു 3 വയസ്സുള്ള പ്ലാന്റാണ്. അപ്പോൾ അത് അബിയുൻ്റെ അടുത്ത് ആയിട്ടാണ്. അബിയുൻ്റെ ഒരു 2.5 മീറ്റർ മാറിയിട്ടാണ് അതിങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതും എനിക്കുള്ള ഒരു ചെറിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ, അകത്ത് സ്ഥലമില്ലെങ്കിലും റോഡായതുകൊണ്ട് പുറത്ത് റോഡിനോട് ചേർന്ന് വയ്ക്കുന്നതുകൊണ്ട് വളരെ തിങ്ങിയതായിട്ട് തോന്നത്തില്ല. റംബുട്ടാനാണ് കേട്ടോ. ഇതും 4 വർഷം 2 തവണയായിട്ട് പിടിക്കുന്നുണ്ട്. നല്ല കായ പിടിക്കുന്നുണ്ട്. നല്ല റംബുട്ടാനാണ്, റെഡാണ്. ഇത് ഇങ്ങനെ കുരുവിൽ പറ്റി പിടിക്കുന്ന ടൈപ്പല്ല ഉള്ള റംബുട്ടാനല്ല, ഉണ്ടോ. ഇങ്ങനെ നിൽക്കുകയാണ് റംബുട്ടാൻ, ഉണ്ടോ, ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അടുത്തുള്ളത്, ഇതും ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഒരു 7-8 ഫ്രൂട്ട്സിൻ്റെ എക്സോട്ടിക് ഫ്രൂട്ട്സ് കൊണ്ടുവന്നു. ഇതാണ് നമ്മുടെ മാംഗോസ്റ്റ്. 4 വർഷം കഴിഞ്ഞു. ഹൈബ്രിഡ് ആണെങ്കിൽ 5-6 വർഷത്തിനകം കായ്ക്കും എന്നാണ് പറയുന്നത്. മരം ഇത്ര ആയിട്ടുണ്ട്, ഇതിൻ്റെ തടിയും ഇത്ര ആയിട്ടുണ്ട്, കണ്ടോ. അപ്പം ഇതാണ് അടുത്ത ഫ്രൂട്ട് എന്ന് പറയുന്നത്. വന്നിട്ട് ഉള്ളത് വിയറ്റ്നാം ഇയർലി, 2.5 വർഷം പ്രായമായ പ്ലാവാണ്. ഇത് ഈ ചക്ക പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് 2-ാം തവണയാണ് ചക്ക പിടിച്ചിട്ടുള്ളത്, കണ്ടോ. മുകളിൽ ഒരു 4 ചക്കയുണ്ട്. പക്ഷേ ഇത് ഒരു വർഷത്തിൽ 2 തവണ പിടിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇത് ഒരു വർഷത്തിൽ 2-ാം തവണ പിടിക്കുമ്പോൾ കുറവായിരിക്കും. ശരിക്കും ചക്ക സീസണിലാണെങ്കിൽ ശരിക്കും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് പിടിച്ചപ്പോൾ ഒരു 10-60 ചക്ക ഉണ്ടായിരുന്നു.
കുറേ കൊഴിഞ്ഞു പോയിട്ട് എനിക്കൊരു 10-22 കിട്ടി. എനിക്ക് അത്ഭുതമായിപ്പോയി കേട്ടോ. ഞാനിപ്പോൾ മണ്ട ഒന്ന് മുറിച്ചു കൊടുത്തിട്ടുണ്ട് തടിയൊന്ന് വണ്ണിക്കാൻ, അല്ലെങ്കിൽ ഇതിന് കേട് വരുമെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഒരുപാട് ചക്ക പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് ചീത്തയാവുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, അടുത്തൊരു തൈ വാങ്ങിച്ച് വളർത്തിയെടുത്താൽ മതി. ഒരു 10 വർഷം ഇതൊക്കെ നിൽക്കുള്ളെന്ന് പറഞ്ഞാൽ 10 വർഷം ചക്ക കിട്ടിയാൽ മതിയല്ലോ. അപ്പം അതേ സ്ഥാനത്ത് അടുത്തൊരു തൈ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ചക്കയാവും. ഒരുപാട് വലിപ്പമാകത്തില്ല. നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് എളുപ്പമുള്ളൊരു പ്ലാവാണിത്. ഡ്രമ്മിലും വളർത്താവുന്ന പ്ലാവാണ്. കണ്ടോ, നല്ല ടേസ്റ്റിയാണ്. ഞാൻ അധികം വലുതാവില്ല എങ്കിലും നല്ല ടേസ്റ്റ്. പക്ഷെ കൊമ്പ് മുറിച്ച് കളഞ്ഞാൽ വലുതാവും എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. അത്യാവശ്യം വലുതാവും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. തടി കനം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലുതാവും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഈ ചക്ക എടുത്തിട്ട് വേണം എനിക്ക് ഒന്ന് പ്രൂൺ ചെയ്യാൻ. അപ്പോൾ ഇതാണ്, കൊഴിഞ്ഞിട്ടുണ്ട്, കുറേ പിടിച്ചതാണ്. തറയിൽ കൊഴിഞ്ഞ് കിടപ്പുണ്ട്, അഴുകി കൊഴിഞ്ഞൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ചക്ക പിടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത് മുറിച്ച് നോക്കി തിന്നു കഴിഞ്ഞപ്പോൾ എന്തൊരു ടേസ്റ്റായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവമുണ്ട്. പനീർ ചാമ്പയാണ്, പിടിച്ചിട്ടില്ല. അതൊരു 4 വർഷമായതാണ്. പിടിക്കാറായി വന്നിട്ടുണ്ട്. എനിക്ക് പിടിച്ച് കഴിഞ്ഞാലൊക്കെയാണ് നിങ്ങളെ കാണിക്കേണ്ടത് ഇതെല്ലാം ഗൈസ്. ഒരു പനീർ ചാമ്പ, അതായത് പട്ട് വിരിച്ച കണക്ക് ഇത് പൂത്ത് കഴിഞ്ഞാൽ മുറ്റം കിടക്കും. ഇതിൻ്റെ പൂക്കളുടെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് വീണിക്കുമ്പോൾ ഒരു പട്ട് വിരിച്ച മാതിരിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് പിടിച്ചിട്ടില്ല. അപ്പം അതാണ് അതിൻ്റെ ചുവട്. പിന്നെ ഇത് 1 വർഷമായ റംബുട്ടാൻ്റെ ഫാമിലിയിൽപ്പെട്ട റംബുട്ടാൻ സ്പീഷീസിലുള്ള മട്ടോവ എന്ന് പറയുന്നതാണ്. റംബുട്ടാനെ പോലെ തന്നെ പിടിച്ച് അകത്ത് വെളുത്ത ഇതുള്ള ഫ്ലഷി ആയിട്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. നിറച്ച് പിടിക്കും. മട്ടോവയാണ്. അപ്പോൾ ഇത് 1 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇത്ര ഞാൻ വലുതായിട്ടുണ്ട്. അത് ആ വലിയ കാറിൽ തന്നെ ഇരിക്കുവാണ്. ഞാൻ മാറ്റിയിട്ട് പോലും ഇല്ല. പക്ഷേ ഇത്രയും ആയിട്ടുണ്ട്. ഉണ്ടോ, ഇതും 3-ാം വർഷം പിടിക്കുമെന്നാണ് പറയപ്പെടുന്നത്. റംബുട്ടാനെ പോലെ 3-ാം വർഷം കായ് തരുന്ന ഒരു പ്ലാന്റാണ് ഇത്. അടുത്തത് സീതപ്പഴമാണ് കേട്ടോ. ഉണ്ടോ, ഞാൻ കടയിൽ നിന്ന് വലിയ സീതപ്പഴം വാങ്ങി കഴിച്ചിട്ട് അതിൻ്റെ വിത്തിട്ട് മുളപ്പിച്ചതാണ്. 2.5 വർഷമായപ്പോൾ അത് നിറയെ കായിട്ടു. ഇപ്പം സീസണല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് 1-2 കായൊക്കെ മുകളിൽ നിൽപ്പുണ്ട്. ഈ മുകളിലൊരു കായ നിൽപ്പുണ്ട്, അവിടെ ഒരു കായ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു കായ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തും ഒരു കായുണ്ട്. ഒരു കമ്പ് ഞാൻ മുറിച്ച് കളഞ്ഞാൽ അതിൽ 3 കായ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കോതിക്കൊടുത്തും അങ്ങനെ നിൽക്കുകയാണ്. ഇത് സീതപ്പഴമാണ്. ഇത് നമ്മുടെ ബാലി ചാമ്പയാണ്. ഇത് 3 വർഷമായിട്ടേ ഉള്ളൂ. പക്ഷേ അത് കൊന്ന പോലെ, നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് കൊന്ന പോലെ അങ്ങ് വളർന്ന് കയറിപ്പോയിട്ടുണ്ട്. കായ്ച്ചിട്ടില്ല. പക്ഷേ കായ്ക്കാനുള്ളൊരു ഭാവവും മട്ടുമൊക്കെ വന്നിട്ടുണ്ട്. തടിയുടെ തൊലിയൊക്കെ ഇങ്ങനെ ഇത് ഇളകുമ്പോഴത്തേക്കും ശരിക്കും മെച്ചുറായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കായ്ക്കും എന്നാണ് പറയപ്പെടുന്നത്. കായ്ക്കുമായിരിക്കും. അടുത്തത് കണ്ടോ, അടുത്തത് ബെങ്കനപ്പള്ളി എന്ന് പറയുന്ന മാവാണ്. ഇതും 4 വർഷം കഴിഞ്ഞതാണ്. 4 വർഷം മുതലുള്ള ചെടികളാണ് എൻ്റെ കയ്യിൽ നിൽക്കുന്നത്. പ്ലാന്റുകളാണ്. പൂക്കുന്നു കൊഴിയുന്നു, വെയിറ്റ് ചെയ്യാണ്. അടുത്തതൊരു ചാമ്പ തന്നെയാണ് കേട്ടോ. അപ്പം ചാമ്പ തന്നെ എൻ്റെ കയ്യിൽ ഒരു 8-9 കളക്ഷനുണ്ട്. ചാമ്പയിൽ എനിക്ക് വിഷം കലർത്തി തന്നിരിക്കുകയാണ്. അപ്പോൾ ചാമ്പ ഞാൻ ഒരു ക്രൈസാണ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ചാമ്പ ഗ്രീൻ ചാമ്പയാണ്, ഗ്രീൻ ആപ്പിളാണ്.
അതിന് വാക്സ് ആപ്പിൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിപ്പം സീസണാണ്, നിറയെ പൂവിട്ടിട്ടുണ്ട്. ഇത് ഒരു 3-ാം വർഷം മുതൽ ഇപ്പം ഈ ചാമ്പയും നേരത്തെ പറഞ്ഞ പോലെ 7 ഫ്രൂട്ട്സിൽ ഒരെണ്ണമാണ്. ഇത് 3-ാം വർഷം മുതൽ പിടിക്കാൻ തുടങ്ങി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, അത്രയ്ക്ക് അങ്ങ് കായ വീണ് കിടക്കുവാണ്. പുറത്തൊക്കെ ഉള്ളത് കുട്ടികളൊക്കെ പറക്കിക്കൊണ്ട് പോകും, അത്രയ്ക്ക് കായാണ് അതിനകത്തുള്ളത്. നിറച്ച് പിടിച്ചിട്ടുണ്ട്, വലിയ ബെല്ല് പോലത്തെ ഗ്രീൻ ചാമ്പയാണ്. പിന്നെ ഈ കാണുന്നത് റെഡ് ഐവറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സോട്ടിക് വിദേശ മാവാണ്. അതിൻ്റെ പ്രായം 3 വർഷമാണ്. ഞാൻ വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഓൺലൈനായിട്ട് ഒരു നഴ്സറിയിൽ നിന്ന് ഒരു 10-14 മാവ് വരുത്തിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ആകെ ഉള്ളതെന്ന് പറയുന്നത് 5.5 സെൻറ്റ് വസ്തുവാണ്. അതിൽ ഏതാണ്ട് 3-4 സെൻറ്റോളം വീട് പോയിട്ടുണ്ട്. ബാക്കിയുള്ള ചുറ്റുഭാഗമാണ് ഇത്. അപ്പം ഫ്രണ്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് ഇച്ചിരി പോലെ സ്ഥലം കാറിടാനായിട്ടൊക്കെ ഉള്ളത് കഴിഞ്ഞാൽ പിന്നെ ആകെ ഉള്ളത് എനിക്ക് ഇത്ര മാത്രമാണ്. പിന്നെ ഈ കാണുന്നത് ദുരിയാനാണ്. മലേഷ്യ, തായ്ലൻഡിലൊക്കെ കായ്ക്കുന്ന ചക്കയെ പോലുള്ളൊരു ഫ്രൂട്ട് പ്ലാന്റ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പഴം ഏതാണ്ട് വിയറ്റ്നാം ഇയർലിയുടെ ചക്കയുടെ അത്രയും വരും. പക്ഷേ അതിന് മുള്ളുണ്ട്. അതുപോലല്ല, ആകൃതി കുറച്ച് ഇങ്ങനെ ഉരുണ്ട് നീണ്ട ഒരു എന്താ പറയുക, വഴുതനങ്ങ പോലുള്ള ആകൃതിയാണ്. പക്ഷെ നല്ല മുള്ളാണ്. നല്ല ടേസ്റ്റിയുള്ള ഫ്രൂട്ടാണ്. പക്ഷേ മണം അസഹനീയമാണ്, നമുക്ക് അടുത്തടുപ്പിക്കാൻ പറ്റത്തില്ല. മോശം മണമാണ് വളരെ പഴുത്ത് കഴിഞ്ഞാൽ. എന്നാലും ചക്കയോട് സാമ്യം പുലർത്തുന്ന ഒരു ഫ്രൂട്ട്സാണ്. അപ്പോൾ എൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മുറ്റവും പരിസരവും ഇത്രയേ ഉള്ളൂ. അതിൽ ഞാൻ മാക്സിമം കൊള്ളിക്കാവുന്ന ഫ്രൂട്ട്സുകളെല്ലാം തന്നെ, എനിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇനിയും ഫ്രൂട്ട്സുകൾ വെക്കണമെന്നുണ്ട്. പക്ഷേ 1 ഇഞ്ച് പോലും സ്ഥലമില്ല. അപ്പോൾ ഈ സ്ഥലത്താണ് ഞാൻ ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അപ്പം മാക്സിമം ഞാൻ ഉൾക്കൊള്ളിക്കാനുള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാത്തതുണ്ട്, മുന്തിരി വളർത്തി മുകളിൽ കൂടി വിട്ടിട്ടുണ്ട്. മുന്തിരി ഒരു പ്രാവശ്യം കായ്ച്ചതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു മരമുന്തിരി വാങ്ങി വെച്ചിട്ടുണ്ട്. 1 അല്ല 2 വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് മരമുന്തിരി, ജബോട്ടിക്കാബ പ്രിക്കോസിയാണ്. സബാറയും മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിപ്പമായപ്പോൾ ഈ അടുത്ത സമയത്ത് അതിൻ്റെ മൂട് ദ്രവിച്ചിട്ട് പട്ടുപോയി, നശിച്ചു പോയി. പിന്നെ എസ്കാർലറ്റാണ് വേഗം കായ്ക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പ്രിക്കോസിയാണ് കിട്ടിയത്, അത് അങ്ങനെ അടുത്തുണ്ട്. അപ്പോൾ എസ്കാർലറ്റ് വരികയാണെങ്കിൽ ഞാനത് ഡ്രമ്മിലെങ്കിലും വാങ്ങി വളർത്താൻ നോക്കും, കിട്ടും വന്ന സമയത്ത്. അപ്പം എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. പിന്നെ ചെറിയ തോതിൽ എനിക്കൊരു ടെറസ് ഗാർഡനും കൂടി ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.